ഏറെക്കാലം ഉണ്ടാകില്ല, ഉറപ്പിക്കാം. ഈ പ്രതികരണത്തോടെ പ്രതിരോധത്തിലായത് CPI ആണ്. സംസ്ഥാന സെക്രട്ടറി തന്നെ ADGPയെ മാറ്റുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടും ഒന്നും നടന്നില്ല. പിണറായി വിജയൻ ADGP MR അജിത് കുമാറിനെ ചേർത്ത് നിർത്തി. ഇതോടെ CPI മയപ്പെട്ടു. പിണറായി വിജയൻ മെരുക്കി. മുഹൂർത്തമൊന്നും ആരും കുറിച്ച് വെച്ചിട്ടില്ല. മുഹൂർത്തം പിണറായി തന്നെ കുറിക്കുമെന്ന് വ്യക്തമാക്കിയതോടെ ഇനി കാത്തിരിപ്പ്. ആ റിപ്പോർട്ട് വരും വരെ CPI കാത്തു നിൽക്കും. ആ റിപ്പോർട്ട് ഉള്ളടക്കറിയാൻ CPIക്ക് ആകാംക്ഷയുണ്ട്. CPM-ൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ലെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന CPIയുടെ നിർവാഹക സമിതി യോഗത്തിലും പൊട്ടിത്തെറിയുണ്ടായത്. CPIക്ക് പാർട്ടി സെക്രട്ടറി കൂടാതെ മറ്റു വക്താക്കൾ വേണ്ടെന്ന് ബിനോയ് വിശ്വം യോഗത്തെ അറിയിച്ചു. മുഖ്യമന്ത്രിയെയും CPM-നെയും വിമർശിച്ച് പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബുവിന്റെ നിലപാടിനെയും കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ആരൊക്കെയാണോ പാർട്ടി ചുമതലപ്പെടുന്നത് അവരെല്ലാവരും പറയും. അതിനൊരു പ്രയാസമില്ല. ആര് പറഞ്ഞാലും പാർട്ടിയുടെ നിലപാടായിരിക്കും, അത്രേ ഉള്ളൂ. അതേസമയം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശന സ്വരമുയർന്നു. PR വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മറുപടി മുൻ MLA കൂടിയായ മുതിർന്ന നേതാവ് ചോദിച്ചു. PR വിവാദത്തിൽ കൂടുതൽ ചർച്ച വേണ്ടെന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് സംരക്ഷണമൊരുക്കി. പാർട്ടിയുടെ വിശദീകരണം അണികളിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ വേണമെന്നും ആവശ്യമുയർന്നു. ഒക്ടോബർ 15 മുതൽ നവംബർ 15 വരെ നടക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടി രാഷ്ട്രീയ വിശദീകരണ യോഗം കൂടിയാക്കാനാണ് CPM നീക്കമിടുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.